ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബുധനാഴ്ചയാണിന്ന്. ഇന്നത്തെ ദിവസം എന്താണ് ഇടുന്നത്? കോംബോ മീൽ. അപ്പോൾ ഇത് മൂന്നാമത്തെയാണ് കേട്ടോ. 2 കോംബോ മീൽ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുക, മുഴുവനും കാണുക. ഇതിൽ നമ്മൾ ഒരു ചാറുകറി, അതുപോലെ തന്നെ ഒരു തോരൻ, പിന്നെ ഒരു സാലഡ്, രസമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് കോംബോ മീൽസിന്റെ ഫോട്ടോസ് അയച്ചിരുന്നുണ്ട്. കാണുമ്പോൾ വലിയ സന്തോഷമാണ്. അപ്പോൾ ഇനിയും ഫോട്ടോസൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ അന്ന് പ്രോമിസ് ചെയ്തിരുന്ന പോലെ തന്നെ നമ്മുടെ റാവുത്തർ ചിക്കൻ ബിരിയാണി ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച. ആ വീഡിയോയും കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ശനിയാഴ്ചയാണ്. അപ്പോൾ ശനി ബുധനാണ് നമ്മൾ വീഡിയോ ഇടുന്ന ദിവസം. അത് മറക്കരുത്. നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇനി നോക്കാതിരിക്കരുത്. അപ്പോൾ ശനിയാഴ്ച കയറി നോക്കാം, ബുധനാഴ്ച കയറി നോക്കാം. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള നമ്മുടെ വെജിറ്റേറിയൻ മീൽസ് കോംബോ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കോമ്പിനേഷൻ കുക്ക് ചെയ്യാൻ തുടങ്ങാം അല്ലെ. ആദ്യം തന്നെ ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈസി പീസി ആയിട്ടുള്ള ഒരു ചാറുകറിയാണ്. അതായത് കുമ്പളങ്ങ കറി. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന്റെ. അപ്പൊ അതിനെ ഞാൻ പാവം കുമ്പളങ്ങ കറി എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു കുക്കർ എടുക്കുക. അപ്പൊ കുക്കർ ഇല്ലാത്തവർ സാധാരണ ഒരു പാത്രം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ കുക്കറിൽ ചെയ്യുന്നത് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു കുക്കറിലോട്ട് നമുക്ക് കുമ്പളങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ചെറിയ കുമ്പളങ്ങയുടെ പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് കുമ്പളങ്ങ വേണ്ട. അതിലോട്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു പച്ചമുളക് നെടുകെ കീറിയത്, ഒരു പകുതി സവാള ചെറുതാക്കി മുറിച്ചത്, കറിവേപ്പില, പുളിക്ക് വേണ്ടിയിട്ട് ഒരു വലിയ തക്കാളി. ഇത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. അധികം പുളിയുള്ള തക്കാളി ആണെങ്കിൽ ഒരു വലിയ തക്കാളിയുടെ പകുതി ചേർത്താൽ മതിയാകും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് തക്കാളി ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ സാമ്പാർ പുളിയില്ലേ, കോൽപ്പുളിയുടെ ചാറ് കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതിയാകും. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ഗ്ലാസ് പരിപ്പാണ്. പരിപ്പ് ചേർക്കുമ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇത് 1/2 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തൂരപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത്. അതേസമയം നിങ്ങളുടെ കയ്യിലുള്ള ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ പരിപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഇല്ലാതെയും തയ്യാറാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു നല്ല ടേസ്റ്റ് കിട്ടും പച്ച വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് ഉപ്പിടാൻ പാടില്ല. അതിനുശേഷം നമുക്ക് ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അതിൽ കുറെ ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഒരു ഇങ്ങനെ കോമ്പിനേഷൻ വീഡിയോ ആകുമ്പോൾ പിന്നെ ഒരുപാട് വലുതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കാൻ മറക്കരുത്. ലിങ്ക് ഞാൻ താഴെ തരാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിലെ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ തീ വെക്കുന്നത്. ആദ്യത്തെ വിസിൽ വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിനു ശേഷം തുറന്നു നോക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പരിപ്പും കുക്കായിട്ടുണ്ട്, കുമ്പളങ്ങയൊക്കെ കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിപ്പൊന്ന് ഉടച്ച് ചേർക്കാം. പക്ഷെ ഇതിപ്പോ ഓൾറെഡി നന്നായി കുക്കായിട്ടുള്ള കാരണം ഇനി ഉടച്ച് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ടൊന്ന് കാച്ചി ഒഴിക്കാം. വേറെ പണിയൊന്നുമില്ല. അത്രയും സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ മുളകുവശമാണ്. പക്ഷെ നമ്മൾ മുളകുവശത്തിൽ കാച്ചി ഒഴിക്കാറില്ല. അതിൽ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ മാത്രം കറിവേപ്പിലയും കൂടി ഇടാറുള്ളൂ മാത്രം. ഞാനിവിടെ കാച്ചി ഒഴിച്ചിട്ട് കുറച്ചും കൂടെ നേരം കുക്ക് ചെയ്യും. അപ്പൊ കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. അതിലോട്ട് വറ്റൽമുളകും കടുകും കറിവേപ്പിലയും കൂടെ താളിച്ചങ്ങ് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് തീ ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണേ. ഒരു 5 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പൊ എന്തെങ്കിലും പച്ചമണം ഉണ്ടെങ്കിൽ മാറിക്കോളും. ഈ നമ്മൾ ചേർത്തിരിക്കുന്ന വെളിച്ചെണ്ണയും കടുകും എല്ലാം കൂടി ആകുമ്പോൾ ഒരു വാസന വരും. അപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഒരു കറി റെഡി ആയിട്ട്. ഞാൻ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു തോരനാണ്. നമ്മൾ ഇതുവരെ തോരൻ ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ എപ്പോഴും മെഴുക്ക് ഒരു ടീം പിടിച്ചിരിക്കുവായിരുന്നല്ലേ. അപ്പോൾ കുറച്ച് പേര് ചെന്ന ചേച്ചി തോരൻ ചെയ്യാത്ത, എനിക്ക് തോരനോട് ഒരു വഴക്കൂല തോരനായിട്ട്. അപ്പൊ നമുക്കിന്ന് തോരൻ ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി ആദ്യം തന്നെ എന്ത് ചെയ്യണം? പാത്രം എടുത്ത് വെക്കുക. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചുവന്ന ചീര പ്ലസ് നമ്മുടെ സ്വന്തം ബീട്രൂട്ടും കൂടിയുള്ള കോമ്പിനേഷൻ തോരനാണ്. ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് കണ്ടിട്ടില്ല. നല്ല സാധനങ്ങൾ കാണാറില്ല എന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും നമുക്ക് ഒന്നും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. തന്നെ അതൊന്ന് ചൂടാവട്ടെ. ഒരു പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 6 ചെറിയുള്ളി വളരെ നൈസാക്കി കട്ട് ചെയ്തതാണ്. ഞാനിവിടെ നമ്മുടെ ബീട്രൂട്ട് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് വീഡിയോ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം. അതും പിന്നെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ പോയി കണ്ടാൽ മതി. അതിന്റെ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ലിങ്ക് ഞാൻ താഴെ തരാം കേട്ടോ. അപ്പോൾ തനിയെ കുക്ക് ചെയ്ത് വെക്കുക ബീട്രൂട്ട്. പക്ഷെ ചീര കുക്ക് ചെയ്യണ്ട. ചീര ഇതിൽ തന്നെ ചേർത്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടി ചെറിയൊരു ഗോൾഡ് കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് സവാള ഉപയോഗിക്കാം. സവാള ആണെങ്കിൽ പകുതി സവാള കേട്ടോ. ഇതേപോലെ തന്നെ വാട്ടിയെടുക്കാം. അപ്പോൾ ഞാൻ 3 ചെറിയ ബീറ്റ്റൂട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചെറിയ ഒരു കെട്ട് ചീരയും കേട്ടോ. അപ്പോൾ അതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുമത് ഇതിപ്പോ ഒരു കുത്തുന്ന മണമാണ്. അത് മാറിയൊരു നല്ലൊരു വാസന വരാൻ തുടങ്ങും. ആ സമയത്താണ് ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മളെ തോരൻ എന്ന് പറഞ്ഞ് കടുക് പൊട്ടിച്ച് ചെയ്യുന്ന തോരൻ വേറെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ ഇതാണ് എന്റെ വീട്ടിൽ സ്ഥിരം ചെയ്യുന്ന തോരൻ എന്ന് പറയുന്നത്. ഈ ഒരു അതായത് മെഴുക്കുവരട്ടി ഉണ്ടാക്കുക, അതിൽ തേങ്ങ ഇടുക, അത്രേ ഉള്ളൂ ഞങ്ങളുടെ തോരൻ. സിമ്പിൾ. അപ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണ്. കടുക് ഇടാറില്ല നോർമലി. കടുക് നമ്മൾ വളരെ കുറവായിട്ട് ഇടാറുള്ളൂ കേട്ടോ. അത് എന്നോട് ഒരുപാട് പേര് ചോദിക്കാൻ, എന്താ ചേച്ചിക്കും കടുകിനും തമ്മിൽ വല്ല അലർജി ഉണ്ടോ? എനിക്ക് ഒരു അലർജിയും ഇല്ല. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന എന്റെ വീട്ടിൽ എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണല്ലോ. പക്ഷെ കടുക് ഇടണ്ട കറികളിൽ ഞാൻ കടുക് ഇടാറുണ്ട്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട്? നമ്മുടെ റാവുത്തർ ബിരിയാണി വന്ന കാര്യം എത്ര പേര് അറിഞ്ഞു? കുറെ പേര് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാം വഴി. സന്തോഷം. അപ്പൊ അതൊരു ചെറിയ സ്പൈസി ബിരിയാണി, പക്ഷെ ഉണ്ടാക്കാൻ സൂപ്പർ ഈസി എന്ന് പറഞ്ഞാൽ സൂപ്പർ ഈസിയാണ്. അപ്പൊ അതിൽ കായ്ച്ചാർ എന്ന് പറഞ്ഞ ഒരു കറി ഉണ്ട്, അവർക്ക് അതിന്റെ കോമ്പിനേഷൻ ആണ്. അതും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കുമ്പളങ്ങ ഹൽവയും കൂടെ ഇനി ചെയ്യാനുണ്ട്. എന്നാലേ ആ കോമ്പിനേഷൻ പൂർണ്ണമാവുള്ളൂ. അപ്പോൾ നിങ്ങൾ കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ റാവുത്തർ ബിരിയാണി. അതുപോലെ തന്നെ നമ്മുടെ സീരീസ് ഞാൻ പറഞ്ഞല്ലോ ബുധനാഴ്ച ഈ സീരീസും, അതുപോലെ തന്നെ ഒരു വീഡിയോ ഏതെങ്കിലും വേറെ റെസിപ്പി ശനിയാഴ്ച ആണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് വെച്ചിട്ട് കാണാതിരിക്കരുത് കേട്ടോ കുട്ടികളെ. അപ്പൊ നമ്മളുടെ ആ മുളകിന്റെ ഒക്കെ മണം മാറിയിട്ടുണ്ട്. നല്ല അതിലോട്ട് നമുക്കൊരു കൈപ്പിടി തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം, വഴറ്റിയെടുക്കാം. ഇതിൽ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല. നമ്മൾ വേവിച്ചിരിക്കുന്ന ബീറ്റ്റൂട്ടിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നിലും ചേർത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇതിലേക്ക് നമുക്കൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ എനിക്കിപ്പോ എന്നും ഇങ്ങനെ ആലോചന, എന്താണ് അടുത്ത കോമ്പിനേഷൻ ഞാൻ ചെയ്യുക, അങ്ങനെയുള്ള ഒരു ആലോചനയിലോട്ട് മാറി. അപ്പൊ ഞാൻ വിചാരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറിന്റെയും ഒരു കോമ്പിനേഷൻ ചെയ്യാം അല്ലെ. നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മുടെ ചപ്പാത്തിക്ക് പറ്റുന്ന കറികളും അങ്ങനെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ തുടങ്ങാം അല്ലെ. പിന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടിഫിൻ ബോക്സ് ഐറ്റംസ് ചെയ്യണം, എല്ലാം കോമ്പിനേഷൻസ് ചെയ്യണം എന്നാണ് ഞാൻ എന്റെ ആഗ്രഹം. കാരണം ഞാൻ ഓൾമോസ്റ്റ് കോമൺ ആയിട്ടുള്ള റെസിപ്പീസ് ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു, യൂസ്ഫുൾ ആയിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. പിന്നെ ഇന്നും നിങ്ങളുടെ സ്ഥലം പറയാൻ മറക്കരുത്, നിങ്ങളുടെ സ്നേഹം അറിയിക്കാൻ മറക്കരുത്. അപ്പൊ പിന്നെ ചേച്ചിക്ക് കൂടുതൽ എനർജി വരും. ആദ്യത്തെക്കാളും കുറച്ച് എനർജി എനിക്ക് കൂടിയിട്ടില്ലേ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജാഞ്ചേട്ടൻ പറയണ്ട എന്റെ ഭാര്യക്ക് വട്ടായി പോയിരുന്നു. സാരില്ല, ഇടയ്ക്ക് ഒരു വട്ട് നല്ലതല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ തേങ്ങയുടെയൊക്കെ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ ഒരു പച്ചമണം മാത്രം മാറിയാൽ മതി. മാറി വന്നിട്ടുണ്ട്. നമുക്ക് അതിലൂടെ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചീരക്കുട്ടപ്പനെയാണ്. അപ്പൊ ചീര എന്ന് പറയുമ്പോൾ 2 കളർ ചീര ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ ഉപയോഗിക്കുന്നത് പച്ചക്കളറാണ്. സോറി, പച്ചക്കളറല്ല, എന്ത് പറയാനാ, ബീറ്റ്റൂട്ടിന്റെ കളർ തന്നെയാണ്. പർപ്പിൾ കളർ ചീരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളത്തിന്റെ അംശമുണ്ട്, അതുകൊണ്ട് ഒരുപാട് വെള്ളം ഇനി ചേർക്കരുത്. വെള്ളം വേണമെങ്കിൽ തന്നെ കൈ കൊണ്ടൊന്ന് തെളിക്കാൻ പാടുള്ളൂ. ചീര കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാൻ മറക്കരുതേ. ചീര കുക്കായതിനു ശേഷം മാത്രം മതി നമ്മൾ അതിലേക്ക് ബീറ്റ്റൂട്ട് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് കുട്ടികളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ 2 മക്കളും ചീര കഴിക്കില്ല. ഒന്നില്ലെങ്കിൽ പരിപ്പും ചീര ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് മാത്രം കഴിക്കുള്ളൂ. അപ്പോൾ പറ്റിക്കപ്പെടും അവരറിയില്ല ബീറ്റ്റൂട്ടിന്റെ കൂടെ ചീരയുള്ള. ബീറ്റ്റൂട്ട് 2 പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ബീറ്റ്റൂട്ട് മാത്രം മതി എനിക്ക് ചോറുണ്ണാൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോ ഈ കോമ്പിനേഷൻസ്, അതായത് ചീരയും ബീറ്റ്റൂട്ടും ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു നിർബന്ധമില്ല കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ ചീര കഴിക്കാത്തവർക്ക് വേണ്ടി കാണിച്ചു എന്ന് മാത്രം. അപ്പൊ നിങ്ങളുടെ അടുത്ത് ബീറ്റ്റൂട്ട് മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് മാത്രം ചെയ്യാം, അല്ലെങ്കിൽ ചീര മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചീര മാത്രം ചെയ്യാം. അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ ചീരയ്ക്ക് തന്നെ കുറെ കോമ്പിനേഷൻസ് ഉണ്ട്. ഇനി വരും വീഡിയോസിൽ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഞാൻ ചെയ്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും റെസിപ്പീസ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുതേ. കാരണം എനിക്കറിയാവുന്ന രീതിയിൽ നാടൻ റെസിപ്പീസ് കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ടുള്ള കുറെ റെസിപ്പീസ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ കണ്ണൂര്, കോഴിക്കോട്, തലശ്ശേരി അവിടെ മാത്രം കിട്ടുന്നത്, അങ്ങനെയൊക്കെ ചില റെസിപ്പീസ് ഒന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ബേസിക്കലി ഫ്രം തൃശ്ശൂരാണ്. അപ്പോൾ എനിക്കറിയാത്ത കുറെ റെസിപ്പീസ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അയക്കുക. അപ്പൊ ഞാനതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മറ്റുള്ളവർക്കും കൂടെ അത് എത്തിക്കാൻ വലിയ ഉപകാരമായിരിക്കും. നിങ്ങളുടെ അമ്മമാരുടെ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു മാസ്റ്റർ പീസ് റെസിപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ വിനിച്ചിക്ക് ഷെയർ ചെയ്യുക. അത് വലിയ ഹെൽപ്പായിരിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ചീരയൊക്കെ നന്നായി കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കുക. ഞാൻ ബീറ്റ്റൂട്ട് ഇവിടെ അവനിലാണ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേപോലെ ചോപ്പറിൽ ബീറ്റ്റൂട്ട് ചോപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഈ പാത്രത്തിൽ വെച്ചിട്ട് ഒരല്പം മാത്രം ഒരു 1 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തു, ഉപ്പ് ചേർത്തു, അടച്ചു വെച്ചിട്ട് 10 മിനിറ്റ്
അങ്ങനെയാണ് ഞാൻ അവനിൽ വേവിച്ചത്, മൈക്രോവേവിൽ വേവിച്ചത് കേട്ടോ. അല്ലെങ്കിൽ സാധാരണ പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അതെങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളൂ. ഇനി നമുക്ക് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചീരയും ഈ തേങ്ങയും എല്ലാം കൂടി അങ്ങ് നന്നായി യോജിക്കട്ടെ. വേറെ ഒരാൾ ഒളിഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ആരോടും പറയരുത്, നമ്മൾ മാത്രം പറഞ്ഞാൽ മതി ഈ സീക്രട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് ഉലർത്തിയെടുക്കാം. 5 മിനിറ്റോളം മിക്സ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഇച്ചിരി കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. ഫൈനലി ഞാൻ ഒരു ഡ്രോപ്പ് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറേ ഇടും. ഞാൻ എൻ്റെ കറിയിലൊക്കെ നിറച്ച് കറിവേപ്പില ഇടും. ഒരിടയ്ക്ക് കൂടെ കറിവേപ്പില കിട്ടാതിരുന്നൊരു അവസരം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് ആലോചിക്കാൻ മേല കറിവേപ്പില ഇല്ലാത്ത കറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത്? ഒരു സിമ്പിൾ കേരള രസം. രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി ക്യൂമിൻ പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3-4 അല്ലി ഗാർലിക് ചതച്ചിടണേ, 2 നുള്ള് ഉലുവയുടെ പൊടി, അതേപോലെ തന്നെ കുറച്ച് കായത്തിന്റെ പൊടി, എല്ലാം 2 നുള്ളു മതി കേട്ടോ. പിന്നെ 2 തക്കാളി നമുക്ക് ഇതിലോട്ടങ്ങ് അരച്ച് ചേർക്കാം. 2 തക്കാളി ഞാൻ മിക്സിയിൽ അരച്ചിട്ട് കൊണ്ടുവരാം. ഇത് തക്കാളി രസം ആയതുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നില്ല. അതേസമയം നിങ്ങളെ തക്കാളി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുളിയും കൂടെ ചേർക്കാം കേട്ടോ. 2 കൂടെ ചേർക്കാം, അല്ലെങ്കിൽ 2 ഏതെങ്കിലും 1 മതി. നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി എക്സ്ട്രാ തക്കാളി ചേർത്ത് കൊടുക്കും. ആദ്യം തന്നെ ഒരുപാട് തക്കാളി ചേർക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് കറിവേപ്പില, അതുപോലെ തന്നെ മല്ലിയുടെ കടയോട് കൂടിയുള്ള ഭാഗം ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർക്കാം. പിന്നെ നിങ്ങളുടെ പരിപ്പ് വേവിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇടാട്ടോ. അപ്പൊ ഞാൻ എന്റെ പരിപ്പൊന്നും എല്ലാതും നമ്മുടെ കറിയിലേക്ക് ഇട്ട കാരണം പിന്നെ പരിപ്പ് വേവിച്ചത് ബാക്കിയില്ല. മഞ്ഞപ്പൊടി ഞാൻ ഇട്ടായിരുന്നോ? ഇല്ല, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്കൊരു അല്പം ശർക്കരയുടെ പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ രസത്തിന്. പക്ഷെ നിങ്ങൾക്ക് ശർക്കര താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. അപ്പൊ നമ്മുടെ രസം നന്നായി തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ചിലവർ പറയാറുണ്ട് രസം തിളപ്പിക്കാൻ പാടില്ലെന്ന്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ്. കാരണം രസം തിളപ്പിക്കാണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ നമ്മൾ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും സത്ത് വരുന്ന പോലെ തോന്നുന്നില്ല. അപ്പൊ ഞാൻ ഇത്ര കാലം ഉണ്ടാക്കിയിട്ടും രസം തിളപ്പിച്ചിട്ട് ഉണ്ടാക്കുന്നതിന് തന്നെയാണ് എനിക്ക് പേഴ്സണലി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുതേ. നല്ല വാസന കേട്ടോ, അടിപൊളി. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. ഞാൻ നമ്മുടെ രസം ഓഫ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് താളിച്ച് ചേർക്കാം, വേണമെങ്കിൽ അരിച്ചിട്ട് താളിച്ച് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരും ഇഷ്ടം. അപ്പൊ ഞാൻ എപ്പോഴും രസം അരിക്കാറുണ്ട്. അപ്പൊ ചിലവർ അരിക്കാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അരിക്കാണ്ട് തന്നെ ഇതിലേക്ക് താളിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അരിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം തക്കാളി ചൂട് രസത്തിലേക്ക് അരിഞ്ഞിടും. അപ്പൊ എനിക്കിങ്ങനെ രസം ചോറിലേക്കൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ആ തക്കാളിയുടെ ചെറിയ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടുള്ള തക്കാളി രസത്തിൽ കൂടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ രസം ഞാനിവിടെ അരിച്ച് സെയിം പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് താളിച്ച് ചേർക്കാം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി താളിച്ച് അതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. ഈ ലാസ്റ്റ് ഇടുന്ന തക്കാളി ഒരു രസത്തിന് വേണ്ടി ഇടുന്നതാണ്. രസത്തിന് രസം കൂട്ടാൻ വേണ്ടി ഇടുന്നതാണ് ഈ തക്കാളി. അതിലേക്ക് ഞാൻ ഇച്ചിരിയും കൂടെ മല്ലിയുടെ ഇലയും കൂടെ ഇടുന്നുണ്ട്. അപ്പൊ എത്ര ഉള്ളു പരിപാടി, നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. സാലഡ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് റൈത്ത പോലെ, റൈത്ത എന്നും പറയാം. പക്ഷെ ഇതിൽ കടുക് തളിച്ച് ചേർക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ തേങ്ങ ചേർക്കാത്ത കിച്ചടി എന്ന് നമുക്ക് വിളിക്കാം. അതായിരിക്കും നല്ലത്. അപ്പൊ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് നന്നായിട്ട് കട്ടകളെല്ലാം ഉടച്ചു വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കുക്കുംബർ തൊലിയെല്ലാം കളഞ്ഞ് വളരെ നൈസാക്കി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് വീഡിയോ ഇതിന്റെ പല വേർഷൻസ് നമ്മളോട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുക്കുംബർ തന്നെ വേണ്ടി വരില്ല, 3/4 കുക്കുംബർ മതി. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുക്കുംബറിൽ നിന്നും വെള്ളം ഇറങ്ങുകയും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു അല്പം മാത്രം ക്യൂമിൻ പൗഡർ ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ കിച്ചടി എന്ന് പറയാൻ കാരണം. ഒരു നുള്ളു ഷുഗറിന്റെ ടിപ്പ് ഞാനല്ല കേട്ടോ കണ്ടുപിടിച്ചത്, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതാണ്. പച്ചമുളകിന്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം. തളിച്ചും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അയ്യോ ചാടിപ്പോലെ. ഇപ്പൊ എത്രയുള്ള പരിപാടി രുചിച്ച് നോക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കോമ്പിനേഷൻ. അപ്പൊ നമുക്കിനി വിളമ്പാം. എന്റെ മക്കളെ ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി നിങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയാണോ നമുക്ക് സംശയം തോന്നും. ഇതിപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു ബുദ്ധിയാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ടേ, അടിപൊളി. ഇത്ര ലെവലിലോട്ട് മാറി ഇപ്പൊ ഇത്ര ചെയ്തപ്പോ. വേറൊരു കാര്യം ഞാൻ ചേർക്കാൻ മറന്നുപോയി. എന്താണെന്നറിയാമോ? കായത്തിന്റെ പൊടി. ശരിക്കും ആ കാച്ചി ഒഴിക്കുമ്പോൾ തന്നെ ഇട്ടോളൂ. കായത്തിന്റെ പൊടിയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പൊ നമുക്കിനി ചോറ് വിളമ്പിയാലോ? ഞാനിതിൽ ചോറ് ചിലർ പറയും ഇത്ര ചോറ് കഴിക്കാൻ പാടില്ല. ഞാൻ ഇത്രയും ചോറ് കഴിക്കാറില്ല കേട്ടോ. നമ്മൾ വിളമ്പുമ്പോൾ ഒരു ഭംഗി വേണ്ടേ, അതുകൊണ്ട് ഞാനിതിൽ നിറച്ചിടുന്നതാണ്. അപ്പം ഞാനിതിലേക്ക് ഇച്ചിരി ഇതെല്ലാം നിറക്കണ്ടേ, കുറച്ച് അച്ചാർ ഇട്ട് കൊടുക്കണം കേട്ടോ. മാങ്ങച്ചാറാണ്, എല്ലാം മീനാസ് കറികളുള്ള അച്ചാറുകളാണ്. പിന്നെ നമ്മുടെ സാലഡ്, തോരൻ, രസം ഒരു കുഞ്ഞു പാത്രത്തിലോട്ട് മാറ്റാം അല്ലേ. പിന്നെ നമ്മുടെ ചോറിലോട്ട് നമ്മുടെ പാവം കുമ്പളങ്ങ കറിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
അങ്ങനെ ഇത്തവണത്തെയും കോംബോ റെഡി ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ കോംബോ എത്ര പേര് ട്രൈ ചെയ്തു, ഏതൊക്കെ ട്രൈ ചെയ്തു എന്ന് കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ എടുക്കട്ടെ ആദ്യം, അതിനുശേഷം കുറച്ച് ചോറൊക്കെ മാറ്റിയിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പം നമ്മളെ ചോറ് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ, കഴിക്കാം. നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ട്, അത്ര പേർക്ക് കൊതിയാവുന്നുണ്ട്. വീണ ചേച്ചി കഴിച്ച് മസ്റ്റായിട്ട് കാണിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാണിക്കണതാണ് കേട്ടോ. എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു. അപ്പോൾ പിന്നെ നിങ്ങളുടെ കാര്യം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മക്കളെ. കുറച്ച് തോരനെടുക്കുക, ആദ്യം തന്നെ എല്ലാം കൂട്ടിപ്പറ്റി കഴിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുക. എന്നാലേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ എന്ന് ജാൻചേട്ടൻ പറയാം. എന്തായാലും നമുക്ക് ഒരു പിടി പിടിക്കാം. ഹെവൻ എന്ന് പറഞ്ഞാൽ ഹെവൻ, അടിപൊളിയായിട്ടുണ്ട്. അധികം പണിയില്ലാത്ത കറികളാണ്, പക്ഷെ അമേസിങ്. നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. രസം കൂടെ ചേർത്തിട്ട് അതിനിട്ട് നോക്കട്ടെ. 5 സ്റ്റാർ ഹോട്ടലിലത്തെ സാപ്പാടൊക്കെ മാറി നിൽക്കും. അപ്പോൾ സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ സാപ്പാട്. അതായത് ഇന്ന് വെജിറ്റേറിയൻ കോംബോ തന്നെയാണ്, ഒട്ടും തന്നെ മുട്ടയൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയുക, അഭിപ്രായങ്ങൾ പറയുക, സ്ഥലങ്ങൾ പറയുക, നിങ്ങളുടെ സ്നേഹം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ബുധനാഴ്ച കോംബോ ആയിട്ട് വരാം, അതേപോലെ തന്നെ ശനിയാഴ്ച വേറെ ഏതെങ്കിലും വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.